ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു അടിപൊളി ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാമല്ലേ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വിശേഷവും അതുപോലെ തന്നെ ജനറൽ പ്രമോയൊക്കെ കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ. അവരേതായാലും ഒന്നാകുന്ന നിമിഷം, ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അവരുടെ സ്നേഹം, അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ഭാര്യയും ഭർത്താവിനെയും പോലെ ജീവിക്കുമോ? ഏതായാലും ഉടനെ തന്നെ ഒരു ശാന്തി മുഹൂർത്തം വരാൻ പോവുകയാണ്. നമ്മുടെ അച്ചമ്മ വന്നു, ആ ഒരു ഭാഗമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അച്ചമ്മ വന്നത് തൊട്ടങ്ങ് നമുക്ക് തുടങ്ങിയേക്കാല്ലേ. അങ്ങനെ അച്ചമ്മ വന്നു. അങ്ങനെ അച്ചമ്മ വന്നിട്ട് രേവതി ആണെങ്കിൽ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വലിയ സ്നേഹത്തോടു കൂടി കൊടുത്തപ്പോഴത്തേക്ക് അത് കണ്ടു പഠിക്കടി ചന്ദ്രേ, നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? നീയും ചന്ദ്രയും രേവതിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണെന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ കൂടെ നമ്മുടെ രവീന്ദ്രനും ഒന്ന് കൂടി കേട്ടോ. ആരെ കുറ്റം പറയാൻ? ചന്ദ്രേനെ കുറ്റം പറയാൻ. അതെങ്ങനെ പറയാനാ? ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. എപ്പോഴും ചന്ദ്രയ്ക്ക് രേവതിനെ കുറ്റപ്പെടുത്താനല്ലേ പറ്റത്തുള്ളൂ, അല്ലാതെ ഇതുപോലെയുള്ള നല്ല സ്വഭാവങ്ങളൊക്കെ നോക്കി കണ്ടുപിടിച്ച് പഠിക്കാനുള്ള ആ ഒരു ഇതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, അതിനൊക്കെ ഒരു മാറ്റം കുറിക്കാൻ തന്നെയാണ് മക്കളെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ചിലരെ പുകച്ച് വെളിയിച്ചാടിക്കാന്നൊക്കെ ഓർക്കുന്നുണ്ട്. ആ പുകച്ച് വെളിയിച്ചാടിക്കലൊന്നും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. പുകച്ച് വെളിയിൽ ചാടിക്കാൻ കാത്തിരിക്കുന്നവരായിരിക്കും ചിലപ്പോൾ ഈ വീട്ടിൽ നിന്ന് പുകച്ച് വെളിയിൽ ചാടിക്കാൻ പോകുന്നത്. അതെ, ഈ ഞാൻ തന്നെ ആയിരിക്കും. ഈ കലാവധി പറയുന്നതേ ഇനി ഇവിടെ നടക്കുകയുള്ളൂ. കുറച്ച് ദിവസത്തേന് ഞാനിവിടെ കാണും. ഏതായാലും മോളെ രേവതി, നീ ഇങ്ങോട്ടേക്ക് വന്നേ, നമുക്ക് റൂമിൽ പോയിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ചന്ദ്രേ, അന്ന് നീ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടാക്കി തന്നില്ലേ ഒരു സൂപ്പർ ചായ, അടിപൊളി ചായ, എന്തോ ഇഞ്ചി ചായയോ അങ്ങനെ കണ്ടൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അത് കൂട്ടൊരു അടിപൊളി ചായ എടുത്തോണ്ട് വാ. ഏതായാലും എനിക്ക് മാത്രം പോരാട്ടോ, രേവതിക്കും എടുക്കണം എനിക്കും എടുക്കണം എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ സച്ചു പറഞ്ഞു, ഓഹോ ഏതായാലും വന്ന ഉടനെ ഓർഡർ ഇടാൻ തുടങ്ങിയല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, പിന്നല്ലാതെ എൻ്റെ മരുമകളുടെ കൈയും കൊണ്ട് കുടിക്കുന്ന ചായയുടെ ടേസ്റ്റ് അറിയണമെങ്കിലേ അതൊരു വല്ലാത്ത ടേസ്റ്റ് തന്നെയാണ്. അതറിഞ്ഞത് വേറൊന്നുമല്ല, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മരുമകൾ വീട്ടിൽ വന്നപ്പോഴാണ് ആ ചായയുടെ ടേസ്റ്റ് അങ്ങ് എനിക്ക് പിടിച്ചുപോയി, അതും കൊണ്ട് തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ രേവതിനെയും കൂട്ടി സച്ചിയല്ല അച്ചമ്മ അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ അച്ചമ്മ കയറി ചെന്നതും, സത്യമായിട്ടും അച്ചമ്മ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. അച്ചമ്മ എന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? അല്ല, വിവാഹത്തിന് ഇനിയും കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ട് മോളെ. മോളുടെ സങ്കടം കേട്ടിട്ട് സത്യത്തിൽ ഈ അച്ചമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മോള് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിനൊക്കെ ഒരു വ്യത്യാസം വരണ്ടേ? ദേ, നമുക്ക് ചന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കണ്ടേ? ചന്ദ്രനെ ഇങ്ങനെ അങ്ങ് അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവോ? ഒരിക്കലും ശരിയാവില്ല. അതുകൊണ്ട് ചന്ദ്രനെ പിടിച്ചു കെട്ടാൻ പറ്റുന്ന ഒരേ ഒരു ഔഷധം അത് ഈ കലാവധി മാത്രമായിരിക്കും. അതുകൊണ്ട് ആണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഏതായാലും മോൾ എന്നെ വിളിച്ചു വരുത്തിയെന്നോ, മോള് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞെന്നോ ഒന്നും ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. മോള് നോക്കിക്കോ, ചന്ദ്രനെ ഞാൻ ഓട്ടത്തൊട്ടിയിൽ വെള്ളം കോരിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, അയ്യോ അമ്മ അതൊന്നും വേണ്ടമ്മേ, എനിക്ക് അച്ഛമ്മേ എനിക്ക് സങ്കടം വന്നപ്പം അമ്മയോട് വിളിച്ച് പറഞ്ഞതാ. ഏതായാലും മോക്ക് സങ്കടം വന്നപ്പം ഈ അച്ഛമ്മയോട് വിളിച്ച് പറഞ്ഞല്ലോ മോള്. അത് ശരിയാ. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എപ്പോഴും പറയാറുണ്ട് ഞാൻ മഹാലക്ഷ്മിയാണെന്നും വീട്ടിന് ഐശ്വര്യം കൊണ്ടുതരുന്നത് ഞാനാണെന്നൊക്കെ. പക്ഷേ ഇപ്പം എൻ്റെ അച്ഛൻ പറയുന്നത് പോലെ തന്നെയാണ് അച്ഛമ്മ പറഞ്ഞത്. അവിടെ വന്നപ്പം ഞാൻ മഹാലക്ഷ്മിയാണെന്നും ആ വീട്ടിന് ഐശ്വര്യം വന്നെന്നൊക്കെ. എന്തോ എൻ്റെ അച്ഛനോടുള്ള സ്നേഹവും അമ്മയോടുള്ള സ്നേഹവും ഒക്കെ എനിക്കിപ്പം അച്ഛമ്മയ്ക്കാ തരാൻ തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ മോള് സ്നേഹിച്ചോ, വാരിക്കോരി സ്നേഹിച്ചോ. പിന്നെ സച്ചി എങ്ങനെയുണ്ട് ഇപ്പം? ഇപ്പം അദ്ദേഹം കുഴപ്പമില്ലമ്മേ, ഇപ്പം എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്, അത് ഞാൻ കാണുന്നുണ്ട്. ദേ ഇന്നുണ്ടല്ലോ എനിക്ക് പാൽപ്പേട കൊണ്ട് തന്നു. അതുപോലെ തന്നെ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞ് ഓർത്തു വെക്കുന്നില്ലേ? ഓഹോ, അപ്പം ഏതായാലും മോള് വരച്ച വരയിൽ അവൻ നിൽക്കാൻ തുടങ്ങിയോ? ഞാനതിനും വരയൊന്നും വരച്ചിട്ടില്ല അച്ഛമ്മേ. അദ്ദേഹത്തിന് വരയൊന്നും വരയ്ക്കേണ്ട കാര്യമില്ല. എനിക്കറിയാം, എനിക്ക് ഈ ലോകത്തിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഭർത്താവിനെ തന്നെയാണ് ദൈവം തന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് നല്ലൊരു മനസ്സുണ്ട് എന്ന് പറഞ്ഞപ്പം ഇങ്ങനെ മനസ്സ് മാത്രം കാണിച്ചാൽ പോരാ, ഇനിയും പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊരു ഐഡിയ ഉണ്ട്. ഏതായാലും നമ്മുടെ ശാന്തി മുഹൂർത്തം മുടങ്ങിപ്പോയില്ലേ, അതേതായാലും ഒന്നുകൂടെ വേണം. ഞാനേ സച്ചിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നേരെ സച്ചിനെ കാണാൻ പോയി. അങ്ങനെ സച്ചിനെ കാണാൻ പോയപ്പോഴത്തേക്ക് സച്ചി കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ വരികയാണ് കേട്ടോ. അപ്പം സച്ചി ഒരു ടർക്കിയൊക്കെ വെച്ച് തലയൊക്കെ തോർത്ത് മുണ്ടാക്കി കൊടുത്ത് ഇങ്ങനെ വരുന്നു. അപ്പം അച്ഛമ്മ പറഞ്ഞു, എടാ എന്താടാ നീ കാണിച്ചത്? നീ അന്ന്
വണ്ടിക്ക് എന്തോ പറ്റിയെന്നും പറഞ്ഞു, പോലീസ് പിടിച്ചെന്നും പറഞ്ഞോ, മുങ്ങിയതല്ലേ. അന്ന് ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചതാണെന്ന് നിനക്കറിയാലോ. ദൈവകോപം ഉണ്ടാക്കാൻ വേണ്ടി നീ ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു പറയുമ്പം, അച്ഛമ്മേ അതിന് ഞാൻ അറിഞ്ഞോണ്ടാണോ? ദേ എൻ്റെ വണ്ടിന്ന് വെച്ചാൽ എനിക്ക് ജീവനാന്നറിയാലോ. അതും എൻ്റെ അച്ഛമ്മ പൈസ മുടക്കി മേടിച്ച് തന്ന വണ്ടി, അതെനിക്ക് ജീവൻ്റെ ജീവൻ തന്നെയാണ്. അപ്പം പിന്നെ അതിനെന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ദേ ഈ സച്ചി വെറുതെ ഇരിക്കുമോ? അതും കൊണ്ടല്ലേ അച്ഛമ്മേ ഞാനിങ്ങ് പോകുന്നത്. പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഏതായാലും ദേ രവീന്ദ്ര എന്ന് പറഞ്ഞ് രവീന്ദ്രനെ വിളിച്ചു. നമുക്ക് ഒരു കാര്യം ചെയ്യണം. ദേ മോളുടെ ശാന്തി മുഹൂർത്തം അത് വേണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ശാന്തി മുഹൂർത്തം മാത്രമല്ല, നമുക്കൊരു കല്യാണം പോലെ തന്നെ നടത്തണം. അന്ന് ചെറിയൊരു താലി കെട്ടിയത് ചരടിലല്ലായിരുന്നോ? നമ്മൾ താലിമാല മേടിച്ചതൊന്നും മാറ്റിയൊന്നും കെട്ടിയില്ലല്ലോ. എങ്കിൽ പിന്നെ നമുക്കൊരു താലിമാല മാറ്റിക്കെട്ടൽ ചടങ്ങ് കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് നടത്താം. അപ്പോൾ ഒരു ചെറിയ വിവാഹവും അതുപോലെ തന്നെ ശാന്തി മുഹൂർത്തവും ഒക്കെ ആവുമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനും പറഞ്ഞു, അത് ശരിയാന്ന് പറഞ്ഞു. ഇത് കേട്ട് നിന്ന് നമ്മുടെ ചന്ദ്ര ആയിക്കോട്ടെ, അല്ല ഞാനൊരു കാര്യം പറയട്ടെ, അല്ല ഇപ്പം എന്തിനാമ്മ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നത്? ഇപ്പം ഒരു വിവാഹം നടക്കാൻ പോവല്ലേ, എങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പോരെ ഈ ചടങ്ങും കാര്യങ്ങളൊക്കെ? ഇതിനൊക്കെ എത്രമാത്രം പൈസ ചിലവ് വരും? ദേ എൻ്റെ ചന്ദ്രേ, നീ പൈസയുടെ കാര്യം ഒന്നും നോക്കണ്ട. രേവതിക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള പൈസയായിട്ട് തന്നെയാണ് ഈ കലാവതി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കലാവതി മുൻകൂട്ടി ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല എന്ന് നിനക്കറിയാലോ. അതും കൊണ്ട് ദേ ഞാൻ വിചാരിച്ച കാര്യം നടക്കണം. ദേ സച്ചി, മര്യാദയ്ക്ക് ഒരുങ്ങിക്കോ. 2 ദിവസത്തിനുള്ളിൽ ഇവിടെ താലിമാറ്റൽ ചടങ്ങ് നടക്കണം. അതിനോടൊപ്പം തന്നെ എൻ്റെ രവീന്ദ്ര, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. സുധി എന്തിയെ അവനിങ്ങ് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ സുധീനെ വിളിച്ചു. സുധിയോട് വന്നപ്പോഴത്തേക്കും, അല്ല നിൻ്റെ പെണ്ണിൻ്റെ പേരെന്താന്നാടാ പറഞ്ഞത്? അത് പിന്നെ ശ്രുതിന്നാ. ശ്രുതി ഏതായാലും ചേരൂലോ. എടാ എങ്ങനെയുണ്ടടാ പെണ്ണ്? അത് എനിക്കിഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടപ്പെട്ടോ? നീ സത്യം പറ. അതോ ഇനി ആ വിവാഹ സമയമാകുമ്പം എല്ലാവരെയും പറ്റിച്ച് നീ മുങ്ങുവോ? ഇല്ല അച്ചമ്മ, എനിക്ക് ഒത്തിരി ഇഷ്ടം അവൾക്ക് എന്നെയും ഇഷ്ടമാണ്. ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വിവാഹം കഴിക്കുന്നത്. എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യണം. നിൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്താ? ശ്രുതി അല്ലേ? ശ്രുതിയോട് ഇവിടെ വരാനൊന്ന് പറയണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര വന്നിട്ട്, അയ്യോ അതെന്തിനാ അമ്മേ, ഇപ്പം അതിൻ്റെ കാര്യമുണ്ടോ? അതുമല്ല ഇനിയിപ്പം വിവാഹം നടക്കുമ്പം ആ ഒരു മുഹൂർത്തത്തിൽ വലതുകാലെടുത്ത് വെച്ച് ഇങ്ങോട്ടേക്ക് കയറുന്നതല്ലേ നല്ലത്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ വന്ന് പറഞ്ഞു, അയ്യോ അതിനു മുമ്പ് ഇതുവരെ ശ്രുതി ഇവിടെ വരാത്തതുപോലെ എന്തിനാ ചന്ദ്ര നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മേ, എത്ര പ്രാവശ്യം ആ പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിയാമോ? അവൾ കുറേ തവണ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഈ ഒരു താലികെട്ടൽ ചടങ്ങൊക്കെ നടത്തുന്നുണ്ടല്ലോ, മാറ്റിക്കെട്ടൽ ചടങ്ങിന് അവളെയും ക്ഷണിക്കുക. എങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല. ചന്ദ്ര മനസ്സിൽ വിചാരിക്കുക, എൻ്റെ ഈശ്വര, ആ ദരിദ്രവാസി കൂട്ടങ്ങളെല്ലാം വരും, പൂകെട്ടുകാരിയും വരും, പൂകെട്ടുകാരിയുടെ മക്കളും വരും, ഇതെല്ലാം അവൾ കാണുമല്ലോ. എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പം പതുക്കെ നമ്മുടെ അച്ഛമ്മയുടെ അടുത്ത് ചെന്നിട്ട് ചന്ദ്ര പറഞ്ഞു, അല്ലമ്മേ വേണ്ട, നമുക്ക് വേണം, എനിക്കൊന്ന് കാണണം. ഞാൻ ഇതുവരെ അവളെ കണ്ടിട്ടില്ല, എനിക്ക് അവളെ കണ്ട് സംസാരിക്കണം. നീ സെലക്ട് ചെയ്ത മരുമകളല്ലേ, അവൾക്ക് എന്തൊക്കെ കുറ്റങ്ങളുണ്ടെന്നും കൂടുതലുണ്ടെന്നും ഒക്കെ എനിക്കൊന്ന് പോയി നോക്കാൻ പറ്റില്ല ഇപ്പം. അതുകൊണ്ട് ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കാമല്ലോ. ഏതായാലും ഈ കല്യാണം മുടങ്ങാനൊന്നും പോകുന്നില്ല. എനിക്ക് എൻ്റെ സുധിയുടെ പെണ്ണിനെ ഒന്ന് കാണണം. അതിനിപ്പോൾ എന്താ തടസ്സം? കാണണം എന്ന് പറഞ്ഞാൽ കാണണം, അത്രേ ഉള്ളൂ. സുധി, നീ ഒരു കാര്യം ചെയ്യണം, അവളോട് വരാൻ പറയണം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ചന്ദ്ര അകപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. ഇതേ സമയത്താണെങ്കിൽ രേവതി പറഞ്ഞു, അച്ചമ്മ ഇതിൻ്റെയൊക്കെ കാര്യമുണ്ടോ അച്ചമ്മ? വേണ്ട അച്ചമ്മ, ഇതൊക്കെ പൈസ ചിലവല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഒരു പൈസ ചിലവുമില്ല. ദേ ഡ്രസ്സ് എടുക്കാൻ പോകാനും സ്വർണ്ണം എടുക്കാൻ പോകാനും ഉള്ള പൈസ എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, നീ പേടിക്കുകയോ വേണ്ട. ഇതെൻ്റെ ഒരു സ്വപ്നമല്ലേ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് സച്ചിയുടെ രേവതിയുടെ ഒരു പൊന്നോമന കുഞ്ഞിനെ താലോലിക്കണം. അതുപോലെ തന്നെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നല്ല സുഖമായിട്ട്, നിങ്ങൾ സന്തോഷത്തോടു കൂടി നിങ്ങളൊരു കുടുംബമായിട്ട് ജീവിക്കുന്ന എനിക്ക് കാണണം. അത് കണ്ടിട്ട് കണ്ണടയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞപ്പം, അയ്യോ അച്ചമ്മ അങ്ങനെ പറയല്ലേ, ഞാൻ ജീവിച്ചിരിക്കുമ്പം എൻ്റെ അച്ചമ്മ മരിക്കാൻ പാടില്ല. ആദ്യം ഞാൻ മരിക്കും, അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ചമ്മ മരിച്ചാൽ മതി എന്ന് പറയുമ്പം, ദേ രേവതി, നിനക്കിപ്പോൾ എത്ര വയസ്സായി എന്ന് ഓർത്തോണ്ടാ? അതൊക്കെ എനിക്കറിയാം. എങ്കിലും എൻ്റെ അച്ചമ്മയില്ലാതെ എനിക്കിനി ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത്രമാത്രം ഞാൻ എൻ്റെ അച്ചമ്മേനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഏതായാലും നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ വക കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യം
കാര്യമില്ലല്ലോ. ഏതായാലും മോള് റെഡി ആയിക്കോ, സച്ചി മോളുടെ സ്വന്തമാകും. ദേ നിങ്ങൾ ഒന്നാകാൻ പോകുക. നിങ്ങൾ ഒന്നാകുന്ന ഒരു നിമിഷം അതിനു വേണ്ടി മോളിനി കാത്തിരുന്നു. അത് കഴിയാതെ ഈ അച്ഛൻ ഇനി ഇവിടെ നിന്ന് പോവില്ല എന്നൊക്കെ നമ്മുടെ രേവതിക്ക് വാക്ക് കൊടുത്തു. ഇതേ സമയം ചന്ദ്രയാണെങ്കിൽ രവീന്ദ്രൻ്റെ മുമ്പിൽ ചെല്ലുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിലും എനിക്കറിയാം എൻ്റെ മോൻ എന്തെങ്കിലും സൗഭാഗ്യം വരുമ്പം ദേ വന്നേക്കുന്നു കയറി എന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, നീ ആര് വന്ന കാര്യമോ പറഞ്ഞത്? അല്ല എൻ്റെ അമ്മ വന്ന കാര്യമോ? എങ്കിൽ പിന്നെ നീ അമ്മയോട് ചെന്ന് പറ, ഇതെന്നോടാണോ പറയേണ്ടത്? എടി മക്കളെല്ലാം ഒരുപോലെയാണ് കാണേണ്ടത്. ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് അവർക്ക് ആ ഒരു ചടങ്ങ് വെക്കാൻ പറ്റിയില്ല. അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. അന്ന് വെച്ച് നിൻ്റെ സുതിമോൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇനി അത് നടത്താൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. അമ്മ എന്തു പറയുന്നോ അതേ ഞാൻ തീരുമാനിക്കത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രനും അങ്ങ് പോയിട്ടോ. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചന്ദ്രൻ നേരെ ശ്രുതിനെ വിളിക്കുകയാണ്. അപ്പോൾ ശ്രുതിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ എന്നെ അടുക്കാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അതമ്മേ ഞാൻ ഇപ്പം വന്നതേ ഉള്ളൂ. അല്ല മോള് ടയേർഡാണോ? ആ കുറച്ച് ടയേർഡാമ്മേ. സാരമില്ല. അല്ല മോള് ഭക്ഷണം കഴിച്ചോ? ഭക്ഷണമൊക്കെ ഇനി കുക്ക് ചെയ്യണോ? ഏയ് വേണ്ടമ്മേ, ഇന്ന് ഞാൻ പുറത്തുനിന്ന് മേടിച്ചു. മോളെ പുറത്തുനിന്നൊന്നും മേടിച്ച് മോളുടെ ശരീരം ചീത്തയാക്കല്ലേ, അതൊക്കെ പിടിക്കില്ല. നമുക്കൊക്കെ നല്ല ആഹാരം കഴിക്കണ്ടേ. മോക്ക് പറയത്തില്ലായിരുന്നോ, ഈ അമ്മ ഉണ്ടാക്കി തരുമായിരുന്നല്ലോ? അതൊന്നും സാരമില്ല അമ്മേ. എന്താ അമ്മ ഈ രാത്രി വിളിച്ചത്? അത് പിന്നെ മോള് മറ്റന്നാൾ ഇവിടം വരെ ഒന്ന് വരണം. ഇവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. അതും സുധിയുടെ അച്ഛമ്മ വന്നിട്ടുണ്ട്. സുധിയുടെ അച്ഛമ്മയ്ക്ക് മോളെ കാണുന്നുണ്ട്. ഫംഗ്ഷനോ? എന്ത് ഫംഗ്ഷൻ? അത് ഇവിടുത്തെ അവനില്ലേ സച്ചിയുടെ പെണ്ണിൻ്റെ താലിമാറ്റൽ ചടങ്ങുണ്ട്. അപ്പോൾ അതിന് മോള് വരണം. മോളെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ, എങ്കിൽ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരി ചോദിച്ചു, എന്ത് പറ്റിയിടി, എന്താ ആരാ വിളിച്ചത്? അതെ എൻ്റെ അമ്മായിയമ്മ. പിന്നല്ലാതെ ആരാ വിളിക്കുന്നത്? അല്ല വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? അത് പിന്നെ അവിടെ ശ്രുതിയുടെ അച്ഛമ്മ വന്നിട്ടുണ്ടെന്നോ, അച്ഛമ്മയ്ക്ക് എന്നോട് സംസാരിക്കാനുണ്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു. എന്താ നിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനാണോ? സൂക്ഷിച്ചോ മോളെ, പ്രായമായവരുടെ ക്വസ്റ്റ്യൻ ചെയ്യലുണ്ടല്ലോ, അത് കുറച്ച് കടന്ന കൈ തന്നെയാ. ഏതായാലും മോള് സൂക്ഷിച്ചോ, മോക്കാതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ലടി, അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. ഇത്രയും വരെ കൊണ്ടെത്തിക്കാൻ പറ്റുമെങ്കിലേ ബാക്കി എങ്ങനെയെങ്കിലും ഒക്കെ ഞാൻ കൊണ്ടെത്തിച്ചോളാന്ന് പറഞ്ഞു. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ രേവതി അടുക്കളയിൽ ഇങ്ങനെ പടുതുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചന്ദ്ര അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറഞ്ഞു, എടി നിൻ്റെ താലിമാറ്റൽ ചടങ്ങൊക്കെയാണ് കഴിഞ്ഞ അടുത്ത ദിവസം. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നിൻ്റെ വീട്ടിൽ നിന്ന് കുറേ എണ്ണത്തിന് ഇങ്ങോട്ടേക്ക് വലിച്ചു കയറ്റിക്കൊണ്ട് വരാൻ നിനക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നു രേവതി നീ അത് മാറ്റി വെച്ചോണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് രേവതി ദേഷ്യപ്പെട്ടു കേട്ടോ. രേവതി പറഞ്ഞു, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ അമ്മ വരാതെ എന്ത് ചടങ്ങ് നടത്താനാ? എൻ്റെ ചടങ്ങല്ലേ, എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും ചടങ്ങ് നടത്തുമ്പോൾ പിന്നെ എൻ്റെ അമ്മയും സഹോദരങ്ങളും എൻ്റെ അടുത്ത് വേണ്ടേന്ന് പറഞ്ഞപ്പം വേണ്ട, അതിൻ്റെ കാര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, അത്രയേ ഉള്ളൂ. അവരന്ന് ഈ വീട്ടിൽ വരാൻ പാടില്ല. എൻ്റെ മരുമകൾ വരും, ശ്രുതി വന്നു കഴിയുമ്പം ഈ വക ചീപ്പ് കേസിനെയൊക്കെ ഇവിടെ കയറ്റാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പെട്ടെന്ന് നമ്മുടെ സച്ചി കടന്നു വരുന്നത്. സച്ചി കടന്നു വന്നിട്ട് പറഞ്ഞു, എന്ത് പറ്റി അമ്മായിയമ്മയും മരുമകളും കൂടെ ഒരു അശപശക്? അതേ രേവതി, നിൻ്റെ അമ്മേനെയും അനിയത്തിനെയും ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ഞാൻ നിൻ്റെ അമ്മേനെ അനിയത്തിനെ വിളിച്ചിട്ടുണ്ട് ഇങ്ങോട്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നീ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ചന്ദ്ര ഞെട്ടിപ്പോയി. ഏതായാലും ചന്ദ്ര പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് സച്ചി പറഞ്ഞത്. ഏതായാലും സച്ചി നമ്മുടെ രേവതിയുടെ അമ്മേനെയും പെങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് രേവതിക്ക് വലിയ സന്തോഷമാകുവാണ് കേട്ടോ. ഏതായാലും ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയി. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സച്ചിയുടെ അടുത്തേക്ക് ചെന്നു. സച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, എൻ്റെ അമ്മേനെയും പെങ്ങളെയൊക്കെ വിളിച്ചല്ലോ ഞാൻ പറയാതെ. അപ്പോഴത്തേക്കും സച്ചു പറഞ്ഞു, അത് ഞാൻ വലിയൊരു നുണ പറഞ്ഞതാ, ഞാൻ അവരെ ഒന്നും വിളിച്ചൊന്നുമില്ല, നീ വേണമെങ്കിൽ വിളിച്ചോ. അമ്മ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു, അതും കൊണ്ട് തന്നെ ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാ. ഇനിയിപ്പം നീ ഇത് തിരുത്തിയൊന്നും പറയണ്ട, ഞാൻ വിളിച്ചതാന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ രേവതിയുടെ ആ ഒരു മുഖഭാവം അങ്ങ് മാറി. എങ്കിൽ പോലും രേവതിനെ അവിടെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന ഒരു സന്തോഷം രേവതിക്കുണ്ട് കേട്ടോ. ഏതായാലും ഇതിനിടയിലായിക്കോട്ടെ നമ്മുടെ സച്ചിക്ക് ഓട്ടവും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ രേവതിയോട് പറയുന്നുണ്ട്, എനിക്ക് വരാൻ പറ്റില്ല, നീ ധൈര്യമായിട്ട് പോയി വിളിച്ചോ, നമ്മുടെ വണ്ടിയല്ല, അത് നമ്മൾ ഓർക്കണം, നമുക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട്, അത് നമ്മൾ ഓർക്കണം, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നീ ചെയ്താലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രേവതിയോട് സമാധാനപ്പെടുത്തുന്നുണ്ട്. ഏതായാലും രേവതി തന്നെയാണ് അവിടെ അവരെ ഇങ്ങോട്ടേക്ക് വിളിക്കാനും പോകുന്നത്. ഇപ്പോൾ ഫോണിൽ കൂടി അങ്ങാണ്ട് വിളിക്കുന്നത് ചെല്ലുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിക്കോട്ടെ വേറൊരു വലിയ ട്വിസ്റ്റ് നടക്കുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ ശ്രുതിയുടെ അമ്മയും മകനും കൂടെ വരികയാണ്. അപ്പോൾ അമ്മയും മകനും കൂടെ വന്നു, ഫ്ലാറ്റിനകത്തേക്കാണ് വരുന്നത്, ഇവർ താമസിക്കുന്ന റൂമിനകത്തേക്കാണ് വരുന്നത്, സർപ്രൈസ് ആയിട്ട് വരിക.
അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ പേടിച്ച് പോയിട്ടോ. അങ്ങനെ പെട്ടെന്ന് ഇവരെ പെരയ്ക്കകത്ത് കയറ്റിയിട്ട് വാതിലൊക്കെ അടച്ചിട്ട് അമ്മ എന്തിനാ പറയാതെയൊക്കെ വന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ മോളെ ഒന്ന് വിവാഹത്തിന് മുമ്പ് കാണണമെന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ശ്രുതിയെങ്ങാനും ഇടയ്ക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളമാവുമല്ലോ. അങ്ങനെ ഏതായാലും ആ ഒരു അമ്മയുടെ ആഗ്രഹം വേറെ ഒന്നുമല്ല, ഒരു 50,000 രൂപ കൊണ്ടുവന്ന് മകൾക്ക് കൊടുക്കുകയാണ്. വിവാഹ ചെലവുകളൊക്കെ ഉണ്ടല്ലോ, അപ്പം നിൻ്റെ ചിറ്റ തന്നതാണ്, നിൻ്റെ ചിറ്റ തന്നു വിട്ടതാ ഈ പൈസ, നിൻ്റെ ചിറ്റപ്പൻ നാട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് അങ്ങോട്ട് അയച്ചു കൊടുത്തതാന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഈ പൈസ മേടിച്ചിട്ട് നമ്മുടെ ശ്രുതി പറഞ്ഞയക്കാൻ തുടങ്ങുകയാണ് ഇവരെ. ഏതായാലും പൈസ മേടിക്കാതെ ഒന്നും വരുന്നില്ല കേട്ടോ, പഠിച്ച കളി എന്ന് പറഞ്ഞാൽ പഠിച്ച കളിയാണ്. പൈസ മേടിച്ചിട്ട് ഇവരെ പറഞ്ഞയക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ കുട്ടി പോകാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഞാൻ ഒരു ദിവസം നിന്നോട്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ഒരു ദിവസം ഏതായാലും നമ്മുടെ ശ്രുതിയുടെ കൂടെ ആ കുട്ടി നിൽക്കുകയും ആ കുട്ടിയുടെ കാര്യങ്ങൾ ശ്രുതി തന്നെ നോക്കുകയും ശ്രുതിയുടെ അടുത്ത് കിടത്തി ഉറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ്റെ ആ ഒരു ചടങ്ങിൻ്റെ സമയത്ത് ഇവരെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഇവർക്ക് കുറേ ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുത്തിട്ടൊക്കെ ആട്ടോ ഇവരെ പറഞ്ഞയക്കുന്നത് നമ്മുടെ ശ്രുതി. അങ്ങനെ ഇവരെ പറഞ്ഞയച്ചിട്ട്, അതായത് ഓരോ ഓട്ടോയ്ക്ക് കയറി ബസ്സിൽ പോയിട്ട് ബസ് പിടിച്ച് പൊക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഫംഗ്ഷൻ്റെ സ്ഥലത്തേക്ക് പോകുകയും ചെയ്തു. ഏതായാലും ഇവർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ നമ്മുടെ രേവതി കാണാനിടയാവുകയാണ് കേട്ടോ. ഏതായാലും രേവതി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, രേവതി ക്ഷണിക്കുകയാണ്. ഏതായാലും ഇവിടം വരെ ആൻറ്റിയൊക്കെ വന്നാലേ, അപ്പോൾ പിന്നെ ആൻറ്റിയും ആദിക്കുട്ടനും കൂടെ വരണം, എൻ്റെ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വരണമെന്ന് പറഞ്ഞ് ഏതായാലും വിളിക്കുകയാണ്. നമ്മുടെ ശ്രുതിയുടെ അമ്മ ചെല്ലാൻ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും എന്താകും എങ്ങനെയായി തീരുന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇതിനിടയിൽ നമ്മുടെ രേവതിക്ക് കുറേ സ്വർണ്ണാഭരണങ്ങളും സാരിയൊക്കെ എടുത്തു കേട്ടോ. ഇത് കണ്ടിട്ട് ചന്ദ്രയ്ക്ക് സഹിക്കുന്നില്ല. ചന്ദ്രയ്ക്ക് വീണ്ടും ചൊറിച്ചിലും പിരാന്തൊക്കെ തുടങ്ങി. ഏതായാലും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും സഹിക്കത്തില്ലല്ലോ. കാരണം അടിപൊളി ഒരു കമ്മലും ഒരു വലിയൊരു മാലയും അതുപോലെ തന്നെ വളയും അടിപൊളി ഒരു സാരി. നമ്മുടെ ശ്രുതിക്ക് എടുത്തത് 20,000 രൂപയുടെ സാരിയാണെങ്കിൽ നമ്മുടെ രേവതിക്ക് എടുത്തത് 35,000 40,000 രൂപ അടുത്ത് വില മതിക്കുന്ന ഒരു സാരിയൊക്കെയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കാതെ നമ്മുടെ ശ്രുതിയോട് ചെന്ന് ചന്ദ്ര കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അവരുടെ ശാന്തി മുഹൂർത്തം വരാൻ പോവുകയാണ്. ഏതായാലും ശാന്തി മുഹൂർത്തം കുളവാകുമോ അതോ ശാന്തി മുഹൂർത്തത്തിൽ തന്നെ അവരുടെ എന്താ പറയുക ഒരുമിച്ച് ജീവിക്കാനൊക്കെ തുടങ്ങുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. പിന്നെ മറക്കരുത് കേട്ടോ, നമ്മുടെ പുതിയ ചാനലുണ്ട് ചിന്നൂസ് ഫാമിലി. അതിൽ ഞാൻ 9 മണിയാകുമ്പോൾ ലൈവ് വരുന്നുണ്ട് കേട്ടോ. അപ്പം മിസ് ചെയ്ത് കളയാതെ എല്ലാവരും വരണം. മിസ് ചെയ്ത് കളയാതെ എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മളെ വിശേഷം അറിയാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ 9 മണിക്ക് നമ്മുടെ ചിന്നു ഫാമിലിയിൽ ഒന്ന് കയറി നോക്കണം. ഞാനാണെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്കും കിടപ്പുണ്ടേ. അപ്പോൾ ഒരു 9 മണിയാകുമ്പോൾ ഞാൻ ലൈവിൽ വരും. നമുക്ക് വിശേഷങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.